എടാ, മയ്യത്ത് ഖബറിനകത്ത് കിടന്ന മയ്യത്തിനെ വ്യഭിചരിച്ചവന് പുറത്തു കൊടുത്തവനാ നമ്മുടെ അല്ലാഹ്. അത്രയും വലിയ പാപം ചെയ്ത ആരെങ്കിലും ഉണ്ടോ? മരിച്ച് ഖബറിനകത്ത് കിടന്ന മയ്യത്തിനെ വ്യഭിചരിച്ച ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അവന് പോലും പുറത്തു കൊടുത്തവനാ അല്ലാഹ്. സ്വന്തം മക്കളെ ജീവനോടെ കുഴിച്ചു മൂടിയവർക്ക് പുറത്തു കൊടുത്തവനാ നമ്മുടെ റബ്ബ്. അത്രയും നല്ല ഒരു റബ്ബ് നമുക്കുണ്ടല്ലോ. ആ റബ്ബിനോട് പറ, പൊറുക്കന്റെ പാപം സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവൻ ആരുണ്ട് നീ അല്ലാതെ. അള്ളാഹിനോട് പറയണം, ഇഹലോക ആർഭാടങ്ങൾ എന്നെ വലച്ചതാ, നഫ്സെന്നെ ഉന്തി തള്ളി വിട്ടു ചതിച്ചതാ. അള്ളാഹുവേ, ഈ ദുനിയാവ് കണ്ടപ്പോ വീണുപോയി റബ്ബേ, എന്റെ നഫ്സ് പറഞ്ഞിട്ട് ചെയ്തു പോയതാ അള്ളാഹുവേ, അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ. അല്ലാ, നീ കണ്ടാൽ ഒരു ചുക്കും എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്തതല്ല അല്ലാ, പറ്റിപ്പോയി റബ്ബേ. അല്ലാ, നീ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം, എന്നിട്ടും ചെയ്തത് അഹങ്കാരം കൊണ്ടൊന്നുമല്ല, പറ്റിപ്പോയി തമ്പുരാനെ, എനിക്കിത് പുറത്തുതായെന്ന് അള്ളാഹുവിനോട് പറയേണ്ട രീതിയിൽ പറഞ്ഞിട്ട് നമുക്ക് പിരിയാം. അള്ളാഹു നമ്മുടെ പാപങ്ങൾ മുഴുവനും പുറത്തു തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പാപങ്ങൾ മുഴുവനും പുറത്തു തരുമാറാകട്ടെ.